ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും റാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് തമിഴ്നാട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഹൽവയിലെ മസ്കോത്ത് ഹൽവ അതാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിലേക്ക് ഒരു തുള്ളി എണ്ണയോ നെയ്യോ ചേർക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നമുക്ക് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് മൈദ ആയതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തി അല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മളിതിലെ ഗ്ലൂട്ടൻ മാറ്റിയതിന് ശേഷം മാത്രമാണ് ഇത് ഹൽവയാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ അല്പം മൈദയൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനൊരു പ്രശ്നവും ഉണ്ടാവില്ല. കുഴച്ചെടുത്തിട്ടുള്ള മാവ് ഇതുപോലൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ ഒന്ന് അടച്ച് വെച്ചിരിക്കാം. 2 മണിക്കൂറിന് ശേഷം മാവ് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഇതിലെ പാലെടുക്കണം. ഇനി ഇതിലുള്ള പാല് മാത്രം നമുക്കൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഈ മൈദയിലുള്ള എല്ലാ പാലും ഇതുപോലെ നല്ലതുപോലെ ഞെക്കി പിഴിഞ്ഞ് എടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം വരുന്ന ഈ മൈദ ഉണ്ടല്ലോ, ഇതാണ് ഗ്ലൂട്ടൻ. ഇത് നമുക്കിനി ആവശ്യമില്ല, ഇത് കളയാം. എന്നിട്ട് ഈ പാല് ഒരു ഗ്ലാസിൻ്റെ ബൗളിലേക്കോ കുപ്പിയിലേക്കോ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വെക്കുന്നത് ഈ പാലും വെള്ളവും വേർതിരിഞ്ഞ് വരുന്നത് നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. 1.5 മണിക്കൂറിന് ശേഷം ഇതിൽ സെപ്പറേറ്റായി വന്നിട്ടുള്ള ഈ വെള്ളം നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് അങ്ങ് കളയാം. ബാക്കി വരുന്ന പാലാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ മൈദയുടെ പാലാണ് നമുക്ക് ആവശ്യം. അത് നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തേങ്ങയുടെ പാലാണ്. ഇത് 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടി ചേർത്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് ഏകദേശം 3 കപ്പ് പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പിൽ വെച്ച് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. ചെറുതായി ഒന്ന് തിക്കായി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതേ സമയം തന്നെ മറ്റൊരു പാനിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ഹൽവയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശർക്കര ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇത് കരിയാതെ തന്നെ നമ്മൾ നേരെ ഹൽവയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പഞ്ചസാര കാരമലൈസ് ചെയ്യുന്ന സമയത്തും ഹൽവയുടെ കൂട്ട് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. മാവ് കുറച്ചൊന്ന് തിക്കാവുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെയ്തു നോക്കുന്ന സമയത്ത് മധുരമൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് വ്യത്യാസപ്പെടുത്തിക്കൊള്ളാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അടിയിൽ പിടിക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഹൽവ കുറുകി വരുന്ന സമയത്ത് കളറിലും നല്ല വ്യത്യാസമുണ്ടാകും. ഏകദേശം ഒരു 3/4 മണിക്കൂർ സമയമാണ് ഞാൻ ഈ ഹൽവ തയ്യാറാക്കാൻ എടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഹൽവ തയ്യാറാവുന്ന അവസാന ഘട്ടത്തിലുണ്ടല്ലോ, കളറിന് നല്ലൊരു വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഇളക്കാൻ അല്പം ബുദ്ധിമുട്ടും ഉണ്ടാവും. ആ സമയത്ത് ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒട്ടിപ്പിടിക്കും കയ്യിൽ. ഈ സമയം നമ്മുടെ ഹൽവ തയ്യാറായി എന്ന് മനസ്സിലാക്കാം. നമുക്ക് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഇതിനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കാം. കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. ഇതുപോലെ ഒരുപാട് ഹൽവ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആ വീഡിയോസും ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ.
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഒരു തുള്ളി പോലും നെയ്യോ എണ്ണയോ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ തേങ്ങാപ്പാലിൽ വെന്ത് കിട്ടുന്ന ഹൽവ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഒരു മസ്കോത്ത് ഹൽവ നിങ്ങളും തയ്യാറാക്കി നോക്കുക. ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.